നമ്മൾ പ്രാവിനെ വിടാൻ പോകുമ്പോൾ കൊടുക്കുന്നതാണ് ഗ്ലൂക്കോസ് കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പോൾ രാവിലെ 9 മണിക്ക് നമ്മൾ പ്രാവിനെ പറത്താനുള്ള സിദ്ധത്തിലാണ്. അപ്പോൾ പറത്തി അവരെ ഇന്ന് ചില സമയം കയറ്റണം. അപ്പോൾ ഇന്ന് പരീക്ഷയുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് കയറ്റി വൈകിട്ട് എത്ര മണിക്ക് ഇറങ്ങുമെന്ന് നോക്കട്ടെ. ഇന്ന് മാക്സിമം സമയം കയറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൂടെ കയറ്റും. അപ്പോൾ നിങ്ങളും ഇതാണെങ്കിൽ പ്രാവിനെ പറത്താൻ വിടുമ്പോൾ ഇതാണെങ്കിൽ ഗ്ലൂക്കോസ് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം അത് എനർജി പരമായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ കൊടുക്കുക, ഇതൊക്കെ തന്നെ കൊടുത്ത് റെഡിയാക്കി വിടുക. അപ്പോൾ ഞാനിത് കണക്ക് ഇങ്ങനെ സെപ്പറേറ്റ് പിടിച്ചിട്ടതിന് ശേഷം കുറച്ച് തീറ്റ വെച്ച് കുറച്ച് നേരം ഇട്ടേക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് ആവശ്യത്തിന് തീറ്റ തിന്ന് കഴിയുമ്പോൾ ഒരുപാടൊന്നും ഇടില്ല, നല്ലവണ്ണം ഫില്ലാവുന്ന രീതിയിൽ ഇടില്ല, കുറച്ച്. അപ്പോൾ 3 പേർ കൂടെ ഒരാൾ കഴിക്കുന്ന തീറ്റ 3 പേരുടെ കഴിക്കും. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം അടിച്ചു കൊടുക്കുകയുള്ളൂ. ഗ്ലൂക്കോസ് കലക്കിയ വെള്ളമാണ് അത് അടിച്ചു കൊടുക്കുന്നത്. അത് അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ അങ്ങ് കൂട്ടിയിട്ടിട്ടാണ് ഇവരെ എടുത്ത് വിടുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ നല്ല രീതിയിൽ കയറി നിൽക്കുന്നുണ്ട്, നല്ല ഹൈറ്റ് തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിരുന്നാലും അവർ അത്യാവശ്യം നിൽക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാനിന്ന് വൈകിട്ടേ ഇറക്കുള്ളൂ, ഇന്ന് ലൈറ്റിട്ടേ ഇറക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്കിന്ന് ലീവുണ്ട്. മഴയൊന്നും പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് അവർ വൈകുന്നേരം വരെ പറക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മെനക്കെട്ട് നിൽക്കുന്നത്. നോക്കട്ടെ, സൗകര്യവും സമയവും അന്തരീക്ഷവും ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അവരെ ഫുൾ ടൈം ഞാൻ പറത്തിയിരിക്കും.